ഫ്രണ്ടിൻ്റെ പേരിൽ പോയിന്. അതിന് ഇൻഷാ അല്ലാ നമ്മളെ വീഡിയോ എല്ലാം അരിനല്ല പൂങ്ങിലേരി ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് രാവിലെ തിങ്കളാഴ്ച ഇത് രാവിലെ ദിവസം സ്കൂളുണ്ടായിട്ടാണ്. ശനിയാഴ്ച ഞായറാഴ്ച ശനിയാഴ്ച മക്കൾ സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ ഞായറാഴ്ച സ്കൂളില്ല. പിന്നെ നിസ്കരിച്ചിട്ടൊന്ന് ഉറങ്ങിയിട്ട് മദ്രസിൽ സലാത്ത് ചൊല്ലുമാണ് ഉഷാറായത്. അൽറാബ് വെച്ചെങ്കിൽ പിന്നെ അത് ബന്ധാക്കിക്കൊണ്ടും ഇട്ടുകൊണ്ടും നിൽക്കാമല്ലോ. അൽറാബ് ഞാൻ വിചാരിച്ച് എളുപ്പ പണിയെടുക്കാം, കുറച്ച് മുട്ട ചിക്ക പിന്നെ ഇതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എളുപ്പത്തിൽ പൂരി പോലത്തെ ഉണ്ടാക്കാം. മുട്ട ചിക്കിയതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ട ചിക്കാന്ന് വിചാരിച്ച്. വേഗം ആവുമല്ലോ. പിന്നെ ചോറെല്ലാം ഓൾറെഡി ഞാൻ രാത്രി വെച്ചിട്ട് കിച്ചന് ചോറ് വേണമെങ്കിൽ ചോറ് കൊടുക്കുക. പിന്നെ ചെമ്മീൻ തൊല്ലിയിട്ട് ഞാൻ ഇന്നലെ വെച്ചിന്. അത് ഞാൻ പിന്നെ സ്കൂളുള്ള ദിവസം അങ്ങനെയെല്ലാം റെഡിയാക്കിയിട്ട് വെക്കും. സ്കൂളില്ലാത്ത ദിവസം എല്ലാം റെഡിയാക്കിയിട്ട് വെക്കും. ഉള്ളി ഞാനില്ലേ രാത്രി അങ്ങനെ തൊള്ളിയിട്ട് വെച്ചിന്. കുറച്ചുള്ളി ഇത്രയൊന്നും വേണ്ട, ഉള്ളി ഉള്ളി മതി, നേരുള്ളി മതി. അല്ലേ രാത്രിയില്ല ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോഴത്തില്ല, കറി ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ രാവിലെ നമുക്ക് അങ്ങനെ പണിയുണ്ടാകില്ല അല്ല. ജസ്റ്റ് അപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇത് രാവിലെ അനുസരിച്ച് നമുക്ക് കറി ഉണ്ടാക്കണം, ഇത് അപ്പം ചൂടണം, അങ്ങനെ എല്ലാം ആയില്ല. രാത്രി കറി ഉണ്ടാക്കിയാൽ നമുക്ക് രാവിലെ ആ പണി കുറഞ്ഞില്ല. ഇത് ജസ്റ്റ് ഒന്ന് നീരുള്ളിൽ മുട്ട ഒന്ന് ഫ്രൈ ആക്കി മതി. നല്ലോണം ഇതാക്കാൻ പറ്റില്ല. ഇത് സിമ്പിൾ പണിയാണ്. പെട്ടെന്ന് 2 മുട്ട ഉണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇല്ല പച്ചരി അല്ല, ചെറിയ അരിയില്ല, നെയ്ച്ചോറ്റിന് തനിമ ആ അരിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു നീരുള്ളി, നീരുള്ളിൻ്റെ ചെറിയൊരു നീരുള്ളി സ്മെല്ലിന് വേണ്ടിയിട്ട്, നുള്ള് ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ കുറച്ച് മതി, കുറേ വേണ്ട. ഇത് മിക്സിയിലെടുത്ത് അരച്ചെടുക്കുക. നല്ല പോലെ അല്ല, മിനിങ്ങേണ്ട ആവശ്യമില്ല. ഒരുമാതിരി തെരി തെരിയായ മതി. തെരി തെരി മീൻസ്
ഇങ്ങനെ അരി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്ത് കണ്ട പോലെ അങ്ങനെ ആയാൽ മതി. അതുപോലെ നീങ്ങുമ്പോൾക്ക് അതിൻ്റെ ടേസ്റ്റ് പോകണം. എങ്ങനെയില്ലേ പച്ചരിൻ്റെ അത്ര ചെറിയ അരിയില്ലേ തനി നനച്ചിട്ടുള്ള അരിയില്ല നമ്മൾ അപ്പം ചൂടാൻ പോത്തി വെച്ചിട്ട് മിക്സിയിൽ അരക്കുമ്പോഴേക്കില്ല അത് ഒന്ന് അരിയില പച്ചരിയിൽ തീയ അരിഞ്ഞിട്ട് കിട്ടും. ഇനിയിലേക്കില്ല മൈദ ഇട്ടെടുക്കാം. മൈദ പിന്നെ നമുക്ക് എന്ത് പത്തലിൻ്റെ അരിനല്ലേ പൂങ്ങിലെ അരി പൊടിച്ചത് അങ്ങനെ അതിട്ടത് കൊടുക്കാം. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് മൈദ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ മൈദ ഇട്ടത് കൊടുത്ത്. മൈദ ഇട്ടെങ്കിൽ ഒരിതുണ്ട് എന്തെങ്കിലും ഒരു പാങ്ങാന്നില്ല മൈദ ഇട്ടെങ്കിൽ ഒരു ലൂസായി കൊണ്ട് പോകുന്നു. പക്ഷെ നമുക്ക് അരി പൊടി ഇട്ടെങ്കിൽ ലൂസാകുന്നില്ല, നല്ല പോലെ ടൈറ്റിൽ നിൽക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ അരിപ്പൊടി ഇട്ടെങ്കിൽ നമുക്ക് അപ്പത്തിന് നല്ല പോലെ എണ്ണ കുടിക്കും. അരിപ്പൊടി ഇട്ടെങ്കിൽ മൈദ ഇട്ടെങ്കിൽ അങ്ങനെ അപ്പത്തിന് എണ്ണ കുടിക്കാല. ഇപ്പത്തിൽ ചുടുമ്പക്കില്ല എണ്ണ കുടിക്കാല മൈദ ഇട്ടെങ്കിൽ. പക്ഷെ അരിപ്പൊടി ഇട്ടെങ്കിൽ നല്ലതുപോലെ എണ്ണ കുടിക്കുന്നു. പച്ചരിപ്പൊടി ഇട്ടെങ്കിൽ അത്ര ഇതാവല്ല. പിന്നെ നമ്മൾ പത്തൽ ചുടുന്ന പൂങ്ങിലരിപ്പൊടി ഉണ്ടല്ലോ ഇതിട്ട് കൊടുത്തെങ്കിൽ നല്ല എണ്ണ കുടിക്കുന്നു. എന്നപ്പോൾ ഇത്ര ടൈറ്റ് മതി. പിന്നെ ലൂസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊങ്ങി വരല്ല. ഇത്ര ടൈറ്റ്. ഇതിലേക്ക് വേണമെങ്കിൽ ജീരകം അങ്ങനത്തെ ഇട്ടിട്ട് കൊടുക്കാം. ജീരകം ഇട്ടാൽ പിന്നെ പിള്ളേർക്ക് മക്കൾക്ക് ഇഷ്ടമല്ല. കറിക്കന്നെ ജീരകം ഇഷ്ടമല്ല. പിന്നെ അപ്പത്തിനിട്ടെങ്കിൽ അത് തീരെ തിന്നല. ഇനി ഇത് ചുട്ടെടുക്കാം നമുക്ക്. ഈ സമയം 8:30 മണി ആയി. ഇനിയിപ്പോൾ മക്കൾ വിളിക്കണം. ഒരാൾക്ക് 10 മണിക്ക്, പിന്നെ ഒരാൾക്ക് 9 മണിയാകുമ്പോൾക്ക് വാന് വരും. ഇവിടേക്ക് ഏറ്റവും 9 മണിയാകുമ്പോൾക്ക് വാന് വരുന്നു. ഇവിടെ അടുത്ത് തന്നെ അതുകൊണ്ട് അങ്ങനെ തിരക്ക് ആക്കാല നല്ല എടുക്കും. അതിപ്പോൾ കുളിച്ചിട്ടെല്ലാം റെഡിയായിട്ട് രാത്രിയെ കുളിക്കും. ഞാൻ രാത്രി കുളിക്കുന്നത് രാവിലെ കുളിക്കാല എനിക്ക് ചളിക്കുന്ന അങ്ങനെ ചെല്ലിട്ട് ചളിക്കുന്ന മീൻസ് അല്ലെങ്കിൽ തണുക്കുന്ന ചെല്ലിട്ട് രാത്രിയെ കുളിച്ചിട്ട് നിൽക്കും. എൻ്റെ അടുത്ത് ഇത് വെളിച്ചെണ്ണ ഉണ്ടത്, മറ്റെണ്ണ തീർന്ന് പാമോലില്ലേ ഇത് കഴിഞ്ഞിന്. ഇപ്പോൾ വിചാരിച്ച വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആക്കാം, നല്ല ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് വെറുതെ തിന്നാൻ തന്നെ നല്ല ഉണ്ടാവും. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി വരുന്നൊരു ടേസ്റ്റാണ്. നാളെ വിളിക്കാലോ ഈ സമയം. എഴുതി ചട്ടിയില്ലേ എൻ്റെ കാസ്റ്റേൻ്റെ ചട്ടി, ഇത് വാങ്ങിയിട്ട് കുറേ ആയി. ഇതിന് ഞാനിപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇടുന്ന ഒരു ഇതുമല്ല, അത് എത്ര ഇതാക്കി നമ്മൾ പോകുന്നില്ല. അത് വെച്ചാൽ നല്ല ചട്ടി, ഇതിൽ കാസ്റ്റേൻ്റെ നല്ല ക്വാളിറ്റീൻ്റെ നല്ല ഇതാണ്. നമുക്കതില്ല കളിയാൻ മനസ്സിലായില്ലേ ചട്ടി, ചെറിയൊരു ചട്ടി നമുക്ക് നെയ്പ്പത്തിൽ നെയ്യപ്പം അങ്ങനെയുള്ള ചൂടാൻ നല്ലൊരിതാണ്. അങ്ങനെതാ നല്ലതുപോലെ തൊടാണ്ടെണ്ണ പൊങ്ങി വന്നില്ലേ. നെയ്പ്പത്തിൽ എല്ലാ വകയിലും ചൂടാം, എങ്ങനെ വേണം ചൂടാം. പച്ചരി, പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരി, 3 തരം അരി കൂട്ടിയിട്ട് അങ്ങനെ ചൂടാം. പിന്നെ ഇങ്ങനെ ചെറിയ അരി അരച്ചിട്ട് മൈദ കൂട്ടിയിട്ട് ചൂടാം. പിന്നെ ചെറിയ അരി അരച്ചിട്ട് നമുക്ക് അരിൻ്റെ പൊടി കൂട്ടിയിട്ട് അങ്ങനെ ചൂടാം. എല്ലാ തരത്തിലും ചൂടാം, എങ്ങനെ വേണമെങ്കിൽ ചൂടാം. രാവിലെ എനിക്ക് ഈസിയാവുന്നൊരു അപ്പമാണിത്. പെട്ടെന്ന് മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് പണി എളുപ്പമായി. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് കാസർഗോട്ടുകാർ നെയ്പ്പത്തിൽ. നെയ്പ്പത്തിന് എന്തെങ്കിലും വേറെ ഒരു പേരുണ്ടോ? നെയ്യ് കൂട്ടിയിട്ട് നല്ല എണ്ണ കൂട്ടിയിട്ട് ചുടുന്നതാണ്. രാവിലെ വെച്ചിട്ടില്ല, ഇതുപോലെ എല്ലാവരും പണി ചെയ്യുന്നുണ്ടല്ലോ.
മക്കൾക്ക് വേണ്ടിയിട്ട് രാവിലെ അണിച്ചിട്ട് സ്കൂളിലേക്ക് ഫുഡ് അങ്ങനെ ഇങ്ങനെയുള്ള ഓരോരോ പണിയും ചെയ്തിട്ട് കൊടുക്കുന്ന ആളുണ്ടല്ലോ. രാവിലെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പാങ്ങന്നല്ല വേറെ തന്നെ എല്ലാ അവക്കാട് പൊട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ സ്മൂത്തി അവക്കാടും പിന്നെ 2 എഗ്ഗും മതി എനിക്ക്. രാവിലെ ഒരു 12 മണിയോളം ഒക്കെ പിടിച്ചത് നിൽക്കാൻ പറ്റും. പിന്നെ ഉച്ചക്കത്തെ ചോറ് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കും. നമുക്ക് വർക്കൗട്ട് ചെയ്ത് നമുക്ക് കഴിയുന്നില്ലല്ലോ. ഇതൊക്കെ വെളിച്ചെണ്ണ ഇതെന്നാലും ഞാൻ പഴം പൊരിച്ചത് അത് കാസർഗോട്ടുകാരൻ ബാക്കാച്ചി ഇൻസ്റ്റാല് ഒരു ആള് എടുത്തിട്ട് കണ്ടിരുന്നു വോയിസ്. പിന്നെ കാസർഗോഡ് പോയിട്ട് ഒരാള് രണ്ടിൻ്റെ വരെ പോയിന് അത് ഒരു ബാക്കാച്ചി ഈ കറിയിട്ട് എന്താക്കാനല്ല നമ്മളിത് എപ്പം മറക്കാൻ പറ്റാതല്ലോ. നമ്മൾ പണ്ടേ പഠിച്ചതല്ല നമ്മളെ ഭാഷ. കാസർഗോഡ് കാവ് ബാക്കാച്ചി കായാച്ചി തേനി കാച്ചിയത് പിന്നീട് മുട്ടപ്പം മുട്ട കാച്ചിയത് അങ്ങനെയെല്ലാം പറയും. നമ്മളെ ഭാഷ നമുക്ക് എപ്പോഴും പോയെങ്കിൽ നമുക്ക് അതിനെ ശുദ്ധവെള്ളമാക്കിയിട്ട് അതിനെ ഇതാക്കിയിട്ടൊന്ന് പറയാമെന്ന് നമുക്ക് കഴിയാലോ. നമ്മൾ പഠിച്ചത് എവിടെ പോയി ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ചെറിയ നമുക്ക് പാവുമാവും നമ്മൾ പെട്ട് കുടിച്ച് ഒരു വയസ്സാകുമ്പോഴേക്ക് പഠിപ്പിച്ച ഭാഷ ഇതല്ല. വേറെ ഒരു രാജ്യത്തിൻ്റെ അടുത്തത് അങ്ങനെ പറഞ്ഞിട്ട് പലവരും തിരിക്കുന്ന ആളുണ്ട്. കാരണം ഒരു കാര്യം കാസർഗോട്ടുകാർക്ക് ഇനി എന്ത് പറഞ്ഞു അതൊരു കുടുക്കമാല. അത് ആരെന്ത് പറഞ്ഞിട്ട് കളിയാക്കി ചേച്ചു ആരെന്ത് പറഞ്ഞത് നമ്മളെ ഭാഷയിലേ നമ്മളെടുക്കും എവിടെ പോയിരുന്നു. അതാണ് കാസർഗോട്ടുകാർ. മനസ്സിലായ? ഞാൻ പറയാൻ കാരണം എന്തില്ലെങ്കിൽ ഇത് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ബാക്കാച്ചിന്റെ കഥ. പണ്ടേ ഇഷ്ടം ഇത് കണ്ടതാണ് ഞാൻ ഒരു റീല് കണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിന്റെ കമന്റിലൊന്നും പ്രതികരിക്കാൻ നമുക്ക് കഴിയാലോ. അതുകൊണ്ട് ഇതിൽ ഞാൻ എൻ്റെ വീഡിയോ ആരും നോക്കിയില്ല. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് കാസർഗോഡുകാരെങ്ങനെ വെച്ചിച്ചതോ അല്ലെങ്കിൽ തമാശ പറഞ്ഞതോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതോ നമുക്കറിയാലോ. ഞാനിപ്പോൾ പറയല്ലേ പറഞ്ഞതാ. ഞാൻ അതിലേക്കില്ല ഒരു മാഗി ക്യൂബ് ഇട്ട് വെക്ക്. കലണ്ടിടുന്നില്ല അതിലേക്ക് മാഗി ക്യൂബ് മാത്രം. പിന്നെ അതിൻ്റെ ഉപ്പും എല്ലാം ഉണ്ടാവണം. എല്ലാ മസാലയും ഉപ്പും എല്ലാം ഇതുണ്ടല്ലോ. എന്തെങ്കിലും ഞാൻ ഈ ഫ്രൈ പാൻഡൊക്കെ ഇട്ടിട്ട് ഇതാക്കുന്നതാണ്. എന്തില്ലെങ്കിൽ എൻ്റെ പാത്രം ഇല്ല. ഞാൻ പറഞ്ഞത് കേസിൻ്റെ അതുണ്ടത് എല്ലാം ഇവിടെ എനിക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരും തന്നെ വെച്ചിരുന്നത്. ഇൻഷാള്ള വേറെ കൂടെ നമുക്കെല്ലാം എടുക്കണം. പിന്നെ കുറച്ചെല്ലാം വാങ്ങാനുണ്ട്. അങ്ങനെ ഇത് അലിഞ്ഞു പോയി. ഇതിലേക്ക് 3 മുട്ട ചില്ലിക്ക് 3 മുട്ട പൊട്ടിച്ചിട്ടില്ല. സോറി ചില്ലിക്ക് നെല്ലിക്കായത് ഞാനില്ല ഇന്നലെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വ്ളോഗല്ലേ എടുത്ത് ഞാൻ ഇപ്പം നല്ല മണം വരുന്നുണ്ട്. എനിക്ക് പക്ഷേ വളരെ ടേസ്റ്റ് വേണമെന്നില്ല. ഞാൻ എന്തൊക്കെ ഇതിലല്ല അങ്ങനെ അതിൽ കൊടുക്കാൻ വേണ്ടി രാവിലെ ഒരു മൂടല്ലോ ചിലപ്പോൾ കിട്ടും. അങ്ങനെ ഞാൻ ഒന്നും കിട്ടില്ല. ഞാൻ അത് ചെയ്തിട്ട് അപ്പത്തിന് കൊടുക്കും. സ്കൂളിലൊക്കെ കൊടുക്കുന്നു. പിന്നെ ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനോടും പിന്നെ ഫുഡ് കൊണ്ടുപോകില്ല സ്കൂളിലേക്ക്. അങ്ങനെ സ്കൂളിൽ തന്നെ ഗവൺമെൻറ്റിലല്ല അതെല്ലാം കിട്ടുന്നു. മുട്ട പാല് പിന്നെ ചിലത്തോട്ട് ഭക്ഷണം എല്ലാം കിട്ടുന്നു. ഇതിന് മെസ്സേജ് കിട്ടുന്നു. ഇങ്ങനെ പാലിൻ്റെ കിട്ടും. മനസ്സിൽ ഓരോ ദിവസം അറിയുന്നുണ്ടോ ചോദിച്ചല്ലോ മുട്ട അങ്ങനെ എന്തോ ഉണ്ടാകും. തിങ്കളാഴ്ച പാല് അങ്ങനെ ഓരോ ദിവസം ഓരോന്നുണ്ടാകും. നമുക്ക് ചിക്കി റെഡി. ഇതിന് എന്ന് ഫ്രൈ ആക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പും മലയൊന്നും വേണ്ട. ഒരു ഹാഫ് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി മുട്ട ചിക്കി റെഡി. സൗകര്യമില്ലാത്തത് കൊണ്ടില്ല ഈ മേശപ്പുറത്ത് എല്ലാം വെക്കും. കുപ്പിയിലെ ഐറ്റം എല്ലാം ഞാൻ കയ്യിട്ട് മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് വെക്കും. നമുക്കിങ്ങനെ സൗകര്യം കിട്ടുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഓ എന്ത് എന്ത് അത് പറഞ്ഞു മിസ്സിനോട്. അപ്പം ഞാനില്ലേ രാവിലെ ഡയറക്റ്റ് വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നത്. ഡയറക്റ്റ് വോയിസ് കൊടുത്തത് നോക്കാം എങ്ങനെയെന്നിട്ട് ഞാൻ ഡയറക്റ്റ് കൊടുത്തത്. എന്തെങ്കിലില്ല പിന്നെ നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു മടിയാണ്. ഒന്നാമത് മക്കൾ സ്കൂളിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറേ തന്നെ ജഗ പോകാണ്ടാന്ന് ഈ വോയിസിൽ കേൾക്കും. ഇപ്പോൾ ഇവിടെ മദ്രസെല്ലാം അടുത്തായത് കൊണ്ടില്ല പിള്ളേർ മദ്രസ വിട്ടിട്ട് പോകുന്ന സമയത്ത് ഭയങ്കര സൗണ്ടും ഉണ്ടാന്ന്.
അങ്ങനെ ഇതാ ഫുഡെല്ലാം ആയി, എല്ലാം റെഡിയായി. പിന്നെ മോനിക്ക് ടിഫിനിലേക്ക് അത്രയേ തിന്നു, 2 നെയ്പ്പത്തിലും പിന്നെ കുറച്ച് ഇത് മുട്ട ചിക്കിയതും. നല്ല ടേസ്റ്റ് ഉണ്ട്. അന്ന് നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. എന്തെങ്കിലും സിമ്പിൾ മക്കൾക്ക് ഇഷ്ടപ്പെടും. വൈകുന്നേരം നമുക്ക് കറിയില്ലെങ്കിൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനാണ്. ഒരു മാഗി ക്യൂബിൻ്റെ ഒരു ഇതുണ്ട് മതി. ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയില്ലേ അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ബ്ലൂ അല്ലേ? ആപ്പിൾ മതിയില്ലേ? മരുണ്ട് വേണം, ഫുള്ള് വേണം ആപ്പിള്. ഇതെയാ പൊട്ടാന്നെ ഉണ്ടാവല, എനിക്ക് തോന്നുന്ന അറിയാ. അത് സ്കൂളിൽ പോകാനപ്പം നല്ല തോന്നുന്നുണ്ട് അല്ല. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാ? കുപ്പായ ഇടാത്തത് കൊണ്ട് കാണിക്കാൻ പറ്റാ? സൂപ്പറാ ഫുഡ്. ഇതിൻ്റെ വാന് ആടെ നിൽക്കൽ. അങ്ങനെ മക്കളെല്ലാം ഇതാ സ്കൂളിൽ പോയി. പിന്നെ ഞാനിതാ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി. മാച്ചിയെടുത്ത് പിന്നെ അടിക്കാൻ കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റ് അത് ഇത് എല്ലാം പിരിച്ചിട്ട് എല്ലാം റെഡിയാക്കി. രാവിലെ കിച്ചൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പിള്ളേരെല്ലാം സ്കൂളിൽ പോയിട്ട് നമുക്കുണ്ട് അവസ്ഥ. ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്. സ്കൂളിൽ പോകുന്ന സമയത്തില്ല നല്ല മഴ, രാവിലെ മഴയെന്ന് വെച്ചില്ലെങ്കിൽ അങ്ങനത്തെ മഴ. മക്കൾക്ക് വാനിൽ കയറാനേ പറ്റിയില്ല. പിന്നെ മീത്ത ഒരു പെരയുണ്ടായിരുന്നു, ആ പെരൻ്റെ അവിടെ സൈഡ് പോയിട്ട് നിന്നിട്ട് പിന്നെ അങ്ങനെ പോയി വാനിൽ കയറി. ഒരു 8:30 മണി മുതൽ ഒരാളെ 9 മണി വരെ ഒരാളൊക്കെ നിൽക്കണം. പിന്നെ പോകുന്നത് 10 മണി. പിന്നെ ഓൻ്റെയൊക്കെ അതേ അതേ ഇതൊരു പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വെക്കും. പിന്നെ നമുക്ക് കിച്ചണിൻ്റെ കീഴൊക്കെ അവർക്കൊരു ഇതാണല്ലോ. എല്ലാവരും അപ്പം രാവിലത്തെ ഞാൻ പറഞ്ഞു, രാവിലെ ഫുഡൊന്നും അങ്ങനെ പെണ്ണിനെ ആരും കഴിക്കാനാ ജസ്റ്റ് ഓരോരൊക്കെ എടുത്ത് പോകും. പിന്നെ ഉച്ചക്കൊക്കെ എനിക്കില്ല ചെമ്മീനുണ്ട്, ചെമ്മീനൊന്ന് ഒരു ഫ്രൈ പോലാക്കാം നോക്കിയത് കഴിച്ച്. ചെമ്മീൻ ഫ്രൈയും വെറുതോറും മെയിൻ ഫുഡ് കഴിക്കണമെങ്കിൽ രാത്രിയാണ്. ഉച്ചയ്ക്ക് വന്നിട്ടൊന്ന് ഫുഡൊന്ന് സ്കൂളിൽ വന്നിട്ടൊന്ന് ഫുഡൊന്നും കഴിക്കാല, കഴിക്കും. നമുക്ക് പേരൊക്കെ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ പിന്നെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഫ്ലാറ്റിലിരിക്കുന്ന പ്രശ്നമല്ല. നമുക്ക് ഇല്ലെങ്കിൽ ഫസ്റ്റ് വലിയ പേരടിയിലേക്ക് പിന്നെ ചെറിയ പേരടിയില്ല. ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാണ്, നല്ലോണം ബുദ്ധിമുട്ടാണ്. അതായത് മോനിച്ചല്ലേ നമ്മളുടെ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന കാണാമല്ലോ മറ്റൊരു അങ്ങനെയുള്ള ഒരു കാണാനൊരു ഇതില്ല. ലൈറ്റും വിളിച്ചോ അങ്ങനെയല്ലേ. അപ്പം ഞാൻ ചെല്ലും സാരല്ല പിന്നെ എന്തെങ്കിലും നോക്കാമല്ലോ. അങ്ങനെ ഇപ്പോൾ എന്തില്ലാത്തങ്ങനെ എത്ര വീഡിയോ എടുത്തിട്ട് നല്ല വൈറലെല്ലാം അങ്ങനെ നോക്കാം. നമുക്ക് ഫസ്റ്റ് നല്ല വലിയ വലിയതെല്ലാം വാങ്ങത്തൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് ചെബിൽ പോവാം, ചെബിൽ പോയി കാണാം. പിന്നെ വലുതാണെങ്കിൽ അത് പഠിക്കണം. നമ്മൾ ഫസ്റ്റ് നമുക്ക് വലുതെല്ലാം വാങ്ങത്തൊന്നും നിർബന്ധമില്ല. ഫസ്റ്റ് പോയി നമ്മൾ ചെബിൽ, പിന്നെയാണ് നമ്മൾ ബെൽറ്റിലേക്ക് പോകും. എന്നാലും ബെൽറ്റിലേക്ക് പോകും. ഫസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിവിടെ എൻ്റെ ഒരു ഇതാണ് വീഡിയോ, എൻ്റെ ഒരു ഫാഷനാണ്. പിന്നെ ഞങ്ങൾക്ക് ഇടണമെന്ന് വിചാരിച്ചെങ്കിൽ ഞാനിടും. ഞാനിടും മക്ക പറഞ്ഞിടും മകളെ പറഞ്ഞിടും അങ്ങനെയൊന്നും ഞാൻ കേൾക്കൊന്നും ചെയ്യാം. ഓരോ ഇഷ്ടത്തിൽ എടുക്കുന്നത് എടുക്കണം. വലുതാക്കുന്നത് ചെറുതാക്കുന്നതും എല്ലാം
വലിയവനല്ലേ അല്ല അള്ളാല്ലേ എല്ലാത്തിനും പഠിച്ചവനല്ലേ എല്ലാവർക്കും ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കിട്ടിയെങ്കിൽ ആയില്ലേ. എപ്പോഴും അവർ പറയുന്നൊരു വാക്ക് കുറേ കല്ല് അറിയണം, ആ കല്ല് ഒരു കല്ല് കൂടിക്കൊണ്ടെങ്കിൽ ആയില്ലേ. പിന്നെ മക്കളോട് ഇപ്പോഴത്തെ മക്കളോട് ഓർക്കില്ല നല്ല നല്ല കാണാം. എൻ്റെ നല്ലത് ശീലത്തോടൊക്കെ പഠിച്ച് നല്ല പേരെ തോന്നിട്ട് നല്ല നല്ല എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഞങ്ങൾക്ക് എല്ലാം ഇതായി. അപ്പോൾ ഓർക്ക് ഇങ്ങനത്തെ ഈ പേരെൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഇതാക്കുമ്പോൾ ഓർക്ക് ഭയങ്കര ഒരു ഓർക്ക് ചെറിയ പിള്ളേർക്ക് അതില്ല. എൻ്റെ പിള്ളേർക്ക് വലിയവർ പറയും. അതോ ഞാൻ ചെയ്തു എൻ്റെ ഇഷ്ടം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ആരും നല്ലത് കാണിച്ചിട്ട് ബോധിക്കണമെന്നില്ല. ചെറുതിനെ നേരെങ്കിൽ നമ്മൾ ഫസ്റ്റ് താഴ്ത്ത് നിൽക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് നിൽക്കണം. അന്നെങ്കിൽ അമ്മ ഒരു ഇത് കാണിച്ചു തരും. അങ്ങനെ ചിലരുണ്ട് എപ്പോഴും നമുക്ക് വെളുത്തിലൊക്കെ എന്നെ പോകണത്തൊന്നും നമ്മൾ നോക്കല്ല. വരും എനിക്ക് ചില തുണിയില്ല, എനിക്ക് ഈ തുണി ഭയങ്കര നല്ലൊരു ഇതായി എന്തെങ്കിലും ഒരു ഇത് കുടിക്കണമെന്നില്ല. അതുകൊണ്ട് എന്നെപ്പോൾ ഒരു ഇവിടെ തുണിയിലായി അതിന് ഞാൻ പീസാക്കിയിട്ട് അന്നതാക്കുന്നത്. എൻ്റെ കൈക്ക് എൻ്റെ കിച്ചണിലെ പണിയായി. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഒരു കാലിൻ്റെ പണിയാണ് എൻ്റെ. അത് ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ വേണ്ട എന്താണെന്ന് എനിക്ക് ഇപ്പോൾ ആരും കഴിക്കാനില്ല. ഇത് ചെമ്മീനെല്ലാം കുറച്ച് വെച്ചിട്ടാക്കിയിട്ടെല്ലാം ഉണ്ട്. രാത്രിയൊക്കെ അല്ല, രാത്രി പിന്നെ അപ്പം അങ്ങോട്ട് ചൂടാം അത് വിചാരിക്കുന്നു. ചിലപ്പോൾ സോപ്പ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഇതില്ലെങ്കിൽ എനിക്ക് ഈ തുണിയൊന്ന് എപ്പോൾ ചീറ്റെല്ലാം കുറച്ച് ചെയ്ത് കൈക്കെടുത്ത് എടുക്കാൻ. അങ്ങനെ എൻ്റെ വീഡിയോ ഇവിടത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ആക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അസ്സലാമു അലൈക്കും.